വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസിൻ്റെ 2024-25 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം ഇന്ന് നമ്മൾ ബാങ്കിങ് ആണ് കേട്ടോ. ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമ്മൾ മറ്റ് സബ്ജക്റ്റ് അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ 734ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ ക്ലോസ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും കോപ്പറേറ്റീവ് ലോ വിശദമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ കൂടാതെ നമ്മുടെ യൂട്യൂബ് നോട്ട്സിൻ്റെ PDF ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രൂപ്പിൽ ഫോൾഡർ വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്ന് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മളെല്ലാം എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 734ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി ക്രോസ്ഡ് ബൈ ദ ഡ്രോയർ ഓർ ഹോൾഡേഴ്സ്? ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്, ബി കൊടുത്തിട്ടുള്ളത് ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്ക്, സി കൊടുത്തിട്ടുള്ളത് എ പ്രോമിസറി നോട്ട് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, പിന്നെ ഡെലിവറി ഓർഡർ ആൻഡ് പ്രോമിസറി നോട്ട് എന്നാണ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഏത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ക്രോസ്ഡ് ബൈ ദ ഡ്രോയർ ഓർ ഹോൾഡർ? ഡ്രോയർക്കും ഹോൾഡർക്കും അല്ലേ, ഡ്രോയർ അല്ലെങ്കിൽ ഹോൾഡർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ബാങ്ക് ഡ്രാഫ്റ്റും ചെക്കാണ് അല്ലേ. അപ്പോൾ പ്രോമിസറി നോട്ടുകളുടെ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്കാണ് എന്ത് നോർമലി എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പം അതെന്താണ്, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്സ് ദാറ്റ് ആർ ക്രോസ് ചെയ്യപ്പെട്ട ചെക്കുകളാണ് എന്ത് ക്രോസ്ഡ് ചെക്ക് എന്നറിയപ്പെടുന്നത് അല്ലേ. ഓപ്പൺ ഓർ ബിയറർ ചെക്ക് പോലെയല്ല ക്രോസ്ഡ് ചെക്ക്. അവരൊരിക്കലും എൻകാഷ് ചെയ്യാൻ പറ്റില്ല, ഓവർ ദ കൗണ്ടർ ബാങ്കിലൂടെ കൊടുക്കില്ല. ക്രോസ്ഡ് ചെക്കിന് എന്താണ് സെക്യൂരിറ്റി കൂടുതലാണ് അല്ലേ. പേയ്മെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുക ഏത് വഴിക്കായിരിക്കും? അക്കൗണ്ടിലൂടെ മാത്രമാണ്. അല്ലാതെ കൗണ്ടർ ത്രൂ എന്തില്ല, കൗണ്ടറിലൂടെയുള്ള പണമിടപാടുകൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ക്രോസ്ഡ് ചെക്കിലൂടെ പറയുന്നത്. അപ്പോൾ ദ റിസ്ക് ഓഫ് തെഫ്റ്റ് ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ മിസ്യൂസ് ഓപ്പൺ ചെക്കുകളുടെ അപേക്ഷിച്ച് നോക്കുമ്പം തെഫ്റ്റും അതുപോലെ മിസ്യൂസും ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് ചെക്കുകൾ ക്രോസ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ക്രോസ് ചെയ്ത ചെക്കുകൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റഡ് ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയി. എന്താണ് ക്രോസ് ചെയ്ത ചെക്കുകളുടെ പ്രത്യേകത? എന്താണ്? ക്രോസ് ചെയ്ത ചെക്കുകൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എൻകാഷ് ചെയ്യാൻ പറ്റുമോ? ഓവർ ദ കൗണ്ടർ എടുത്ത ബാങ്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ് ബൈ എങ്ങനെയാണ് ക്രോസ് ചെയ്യുക? 2 ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള പാരലൽ ലൈൻ അക്രോസ് ദ ചെക്കിൻ്റെ സൈഡിൽ വരയ്ക്കുക അല്ലേ, മൂലയിൽ വരയ്ക്കുന്നതാണ്. വിത്ത് ഓർ ഒന്നെങ്കിൽ അക്കൗണ്ട് പേ ചെയ്യുന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നോ എന്തെങ്കിലും എഴുതാം, അല്ല ഒന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് റൈറ്റിംഗ് ദ വേർഡ്സ് എന്നാണ് പറയുന്നത്. അക്കൗണ്ട് പേ ഓർ നോട്ട് നെഗോഷ്യബിൾ എങ്ങനെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. ഒന്നും എഴുതാതെ തന്നെ 2 വര വരയ്ക്കുന്നതിന് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക എന്ന് പറയുന്നു. അല്ല അതിൻ്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്രോസിങ്ങിൻ്റെ ടൈപ്സ് ഓഫ് ക്രോസിങ് കൂടി നമുക്ക് പഠിച്ചിട്ട് പോവാം. അപ്പോൾ അതാണ് ഈ ക്രോസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെക്കിൻ്റെ മുൾഭാഗത്തായിട്ട് അല്ലേ, സൈഡിൽ 2 വര വരച്ച് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് പേ എന്ന് എഴുതാം, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതാം, സ്പെസിഫൈഡ് ആയിട്ടുള്ള ബാങ്കറുടെ പേര് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ ഉള്ളതിനെയാണ് ക്രോസിങ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ബെയറർ ചെക്ക് അല്ലെങ്കിൽ ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞാൽ? ഓപ്പൺ എന്ന് വെച്ചാൽ ക്രോസ് ചെയ്യാത്ത ചെക്കുകൾ, അതാണ് ബെയറർ ചെക്ക് അല്ലെങ്കിൽ ഓപ്പൺ ചെക്ക്. അത് ഓവർ ദ കൗണ്ടറിലൂടെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ചെക്കുകളാണ്. ആരാണോ കൊണ്ടുപോയത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാശ് വാങ്ങിച്ചു പോരാം. ദ ഹോൾഡർ ഓഫ് എ ബെയറർ ചെക്ക് ക്യാൻ ഡു ദ ഫോളോയിങ്. താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഹോൾഡർ ചെയ്യണം. അതായത് റിസീവ് ഇറ്റ്സ് പേയ്മെൻറ്റ് ഓവർ ദ കൗണ്ടർ അറ്റ് ദ ബാങ്കിൽ നിന്ന് കാശ് മേടിക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക. ചെക്ക് ഒന്നുകിൽ സ്വന്തം അക്കൗണ്ടിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി ആൾക്ക് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. പാസ് ഇറ്റ് ടു സമ്മൺ എൽസ് ബൈ സൈനിങ്. ബാക്കിൽ സൈൻ ചെയ്തിട്ട് ഇപ്പം എനിക്ക് ചെക്ക് മാറാൻ പറ്റില്ലെങ്കിൽ വേറൊരാൾക്ക് ഞാൻ ബാക്കിൽ സൈൻ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് പോയിട്ട് മാറിയിട്ട് വരാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ബെയർ ഓർ ഓപ്പൺ ചെക്കിൻ്റെ കേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓർഡർ ചെക്ക് ആണെങ്കിൽ ആൻ ഓർഡർ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് പേയബിൾ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓൺലി. പ്രത്യേക ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ് ഓർഡർ ചെക്കുകൾ കൊടുക്കുന്നത് കേട്ടോ. ഇൻ സച്ച് എ ചെക്ക് ദ വേർഡ് ബെയറർ മേ ബി കട്ട് ഔട്ട് ചെയ്യും, ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ഓർഡർ എന്ന് പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഓർഡർ ചെക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബെയറർ വെട്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഡിസൈൻഡ്
അല്ലെങ്കിൽ പേയബിൾ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓൺലി എന്ന് പ്രത്യേകം മീൻ ചെയ്തതാണ് ഓർഡർ ചെക്കുകൾ. ദ പേയി ക്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആൻ ഓർഡർ ചെക്ക് ടു സമ്മൺ എൽസ് ബൈ സൈനിങ് ഹിസ് ഓർ ഹെർ നെയിം ഓൺ ദ ബാക്ക് ഓഫ് സച്ച് എ ചെക്ക്. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റില്ലേ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റും, അവരുടെ പേര് ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി ബാക്കിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബെയറർ ഓർ ഓപ്പൺ ചെക്ക് എന്താണ്, അതുപോലെ ക്രോസ്ഡ് ചെക്ക് എന്താണ്, ഓർഡർ ചെക്ക് എന്താണ്. ഓർഡർ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് പേയബിൾ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓൺലി. ഓക്കെ, അടുത്തത് ആൻറ്റി ഡേറ്റഡ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് ആൻറ്റി ഡേറ്റഡ്. ആൻറ്റി ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എ ചെക്ക് ഇൻ വിച്ച് ദ ഡ്രോയർ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് ഏർലിയർ ദാൻ ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റിങ് ഇറ്റ് ഫോർ പേയ്മെൻറ്റ്. അതായത് പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റിനേക്കാൾ മുന്നേ ഇട്ട ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഇഷ്യൂഡ് ഓൺ 20 മെയ് 2015. മേ ബെയർ ചെക്കിൻ്റെ ഡേറ്റ് 5 മെയ് 2015 ആണ് കേട്ടോ. അതാണ് ഈ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ. ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് 20, ചെക്കിൻ്റെ ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് 20 മെയ് 2015. മേ ബെയർ, പക്ഷേ ഡേറ്റ് ഏതാണ് എഴുതിയിരിക്കുന്ന ഡേറ്റ് 5 മെയ് 2015 ആണ്. അതാണ് ആൻറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഏർലിയർ ആണ്, മുന്നേ ആണ്. ഏർലിയർ ദാൻ ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റിങ് ഇറ്റ് ഫോർ, പ്രസൻറ്റ് ചെയ്യുന്നത് പ്രസൻറ്റിങ് ഇറ്റ് ഫോർ പേയ്മെൻറ്റ് ഈസ് കോൾഡ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയാം. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. സ്റ്റെയിൽ ചെക്ക് എന്താണ്, അത് പ്രസൻറ്റഡ്, അതായത് സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് കഴിഞ്ഞു പോയി. അതാണ് ചെക്ക് വിച്ച് ഈസ് ഇഷ്യൂഡ് ടുഡേ മസ്റ്റ് ബി പ്രസൻറ്റഡ് ബിഫോർ ദ ബാങ്ക് ഫോർ പേയ്മെൻറ്റ് വിത്തിൻ ഇത്ര കറക്റ്റ് 3 മാസം എന്നുണ്ടല്ലേ വാലിഡിറ്റി പീരിയഡ്, അതിൻ്റെ ഉള്ളിൽ വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റെയിലായി. അപ്പം ആഫ്റ്റർ ഈ ഒരു 3 months അത് പിന്നെ സ്റ്റെയിൽ ചെക്കാണ്. അതുപോലെ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരിയഡ് നോ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ്. അതിന് ശേഷം നമുക്ക് ആ ചെക്കിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ ബാങ്കിന്? പറ്റില്ല. അതാണ് സച്ച് ചെക്ക് ഈസ് കോൾഡ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത് കേട്ടോ. വാലിഡിറ്റി ഓഫ് എനി ചെക്ക് ഇൻ ഇന്ത്യയിൽ 3 months ആണ്. പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവിടെ ആൻറ്റി ഡേറ്റഡ് പറഞ്ഞ പോലെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ചെക്ക് ഓൺ വിച്ച് ദ ഡ്രോയർ മെൻഷൻസ് ഒരു ഡേറ്റ് ദാറ്റ് ഈസ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഈസ് കാൾഡ് പോസ്റ്റ് ഡേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ചെക്ക് പ്രസൻറ്റഡ് ഓൺ 8 മെയ് 2015, പക്ഷേ ചെക്ക് ബെയർ ചെയ്യുന്ന ഡേറ്റ് എന്താണ് 24 മെയ് 2015 ആണ്. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം ആയിട്ടില്ലല്ലോ ഡേറ്റ്. 8 മെയ് 2015 ബെയർ ചെയ്ത ഡേറ്റ് എത്രയാണ്? 24th മെയ്നാണുള്ളത്. അപ്പം 8 മെയ്യിൽ തന്നെ കൊണ്ടുവന്നിട്ട് 24th മെയ്ന് എഴുതിയ ചെക്കിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യും, 24 മെയ് വരെ വെയിറ്റ് ചെയ്യും ബാങ്കിൽ. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, പേയ്മെൻറ്റ് ഓൺലി ഓൺ ഓർ ആഫ്റ്റർ 25th മെയ്ന് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ നേരത്തെ 8 മെയ്യിൽ തന്നെ ഇത് പ്രസൻറ്റ് ചെയ്തു, ആൾ കൊണ്ടുവന്ന് തന്നു, പക്ഷേ ഡേറ്റ് കിടക്കുന്നത് 24 അപ്പോൾ ആ 24 ശേഷം കൊടുക്കുള്ളൂ. അതാണ് പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പറഞ്ഞാൽ ആൻറ്റി ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മ്യൂട്ടിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ചെക്ക് ടോൺ ചെയ്യുക, കീറി 2 അതിലധികമോ പീസസ് ആയിട്ട് പിന്നെ പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന വരുന്നതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദ ബാങ്ക് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു മേക്ക് പേയ്മെൻറ്റ് അഗെയിൻസ്റ്റ് സച്ച് ചെക്ക് വിത്തൗട്ട് ഗെറ്റിംഗ് കൺഫർമേഷൻ ഫ്രം ദ ഡ്രോയറിൽ നിന്ന് കൺഫർമേഷൻ ലഭിക്കാതെ. അപ്പോൾ അങ്ങനത്തെ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ കാണാം, ഡ്രോയറിൽ നിന്ന് കൺഫർമേഷൻ ലഭിക്കാതെ ബാങ്ക് എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ചെക്കുകളെ ക്യാഷാക്കി കൊടുക്കില്ല കേട്ടോ. ദ ബാങ്ക് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു മേക്ക് പേയ്മെൻറ്റ് അഗെയിൻസ്റ്റ് സച്ച് ചെക്ക് വിത്തൗട്ട് ഗെറ്റിംഗ് കൺഫർമേഷൻ ഫ്രം ദ ഡ്രോയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇഫ് എ ചെക്ക് ഈസ് ടോൺ അറ്റ് ദ കോർണേഴ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്റ്റൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ ആണ് അങ്ങനത്തെ പ്രശ്നമുള്ളത്. ബട്ട് ഇഫ് എ ചെക്ക് ഈസ് ടോൺ അറ്റ് ദ കോർണേഴ്സ് ആൻഡ് നോ മെറ്റീരിയൽ ഫാക്ട് സീംസ് എറൈസ്ഡ് ഓർ ക്യാൻസൽഡ് ദെൻ ദ ബാങ്ക് മേ മേക്ക് പേയ്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് സച്ച് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രങ്കേറ്റഡ് ചെക്ക് അറിയാം നമുക്ക്, ഇലക്ട്രോണിക്കലി മൂവ് ചെയ്യുന്ന സംഭവമാണല്ലോ ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് ഫോം മാത്രമാണ് മൂവ് ചെയ്ത് പോകുന്നത്. ഒറിജിനൽ ചെക്ക് അവർ കയ്യിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ട്രങ്കേറ്റഡ് ചെക്ക് അതാണ് ക്ലിയറിങ് ഹൗസിൽ നിന്നും ആണ് പിന്നെ ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതും എളുപ്പത്തിൽ ഈസി ട്രാൻസ്മിഷനാണ്, പെട്ടെന്ന് തന്നെ എന്താണ് ഫർദർ ഫിസിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ നടക്കുന്നത് ചെക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അടുത്തത് ബാങ്കേഴ്സ് ചെക്കാണ്. അപ്പോൾ ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റിക്കകത്ത്
കൊടുക്കുന്നതിനെയാണ് ഈ ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. കണ്ടെയ്നിങ് ആൻ ഓർഡർ ടു പേ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി ഒരു സ്പെസിഫൈഡ് പേഴ്സണ് കൊടുത്തുകൊള്ളാം വിത്തിൻ ദ സിറ്റി. അപ്പോൾ വിത്തിൻ ദ സിറ്റി ഒന്ന് നോട്ട് ചെയ്യണം. അതായത് കസ്റ്റമർ പറയുന്ന വ്യക്തിക്ക് ഇത്ര സർട്ടൻ എമൗണ്ട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാൽ. അത് സ്പെസിഫൈഡ് പേഴ്സൺ ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. സ്പെസിഫൈഡ് പേഴ്സൺ ആൻഡ് പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണി, ഇത് രണ്ടും നിർബന്ധമാണ്. കൂടാതെ വിത്തിൻ ദ സിറ്റി ആയിരിക്കും വേണം. ദ വാലിഡിറ്റി ഓഫ് ബാങ്കേഴ്സ് ചെക്ക് ഈസ് ഓൾസോ 3 months ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂവൻസ്. ഹവർ ഇറ്റ് ക്യാൻ ബി റീവാലിഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ലീഗൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട്. ബാങ്കേഴ്സ് ചെക്ക് ഡിസോണർ ഒരിക്കലും നടക്കില്ല. കാരണം ഓൾറെഡി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവർ ഏൽക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിസോണറുടെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സേഫസ്റ്റ് ആണെന്ന് പറയാം. അടുത്തത് ട്രാവലേഴ്സ് ചെക്കാണ്. ഇപ്പോൾ ട്രാവലേഴ്സ് ചെക്കിനൊന്നും വലിയ ഒരു പ്രാധാന്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ATM ക്രെഡിറ്റ് കാർഡൊക്കെ വന്നതിന് ശേഷം, ഇതിന് മുമ്പേ ആയിരുന്നു ട്രാവലേഴ്സ് ചെക്കിന് ഉപയോഗമുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഫിക്സഡ് എമൗണ്ട് ഓഫ് ചെക്ക് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ട്രാവലിംഗ് അൺകണ്ടീഷണൽ പേയ്മെൻ്റ് ആയിരിക്കും ടു സമ്മൺ എൽസ് ആസ് എ റിസൾട്ട് ഓഫ് ഹാവിങ് പെയ്ഡ് ദ ഇഷ്യൂർ ഫോർ ദാറ്റ് പ്രിവിലേജ്. ട്രാവലേഴ്സ് ചെക്ക് ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ് ആയിട്ട് സ്വീകരിക്കുന്നതാണ്. എൻകാഷ് ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ച് ബ്യൂറോസിലും ബാങ്ക്സിലും ഷോപ്പിലും റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും ഒക്കെ എൻകാഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സ്പയറി ഇല്ല എന്നുള്ള ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. ട്രാവലേഴ്സ് ചെക്കിന് കാലാവധി പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ATMസും ഈ പറഞ്ഞ പോലെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ്സും എല്ലാം വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്തില്ല, ഇപ്പോൾ ട്രാവലേഴ്സ് ചെക്ക് അത്ര എന്തില്ല, പ്രചാരത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെക്കിൻ്റെ ടൈപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ചെക്കുകളുണ്ടല്ലോ. അപ്പോൾ ആ ചെക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്രോസിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ക്രോസ്ഡ് ചെക്ക് എന്താണെന്ന് പറഞ്ഞു, ബെയർ ഓർ ഓപ്പൺ ചെക്ക് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓർഡർ ചെക്ക്, ആൻറ്റി ഡേറ്റഡ് ചെക്ക് പ്രത്യേകം നോട്ട് ചെയ്യുക. ആൻറ്റി ഡേറ്റഡ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇഷ്യൂ ചെയ്യുന്നത് 20 മെയ്യിനാണ്. ഓക്കെ, അതായത് ഇഷ്യൂഡ് ഓൺ 20 May 2015 ആണ്. പക്ഷേ ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന ഡേറ്റാണ് 5 May 2015 എന്നത് കേട്ടോ. ഓക്കെ, പിന്നെ സ്റ്റേൽ ചെക്ക് 3 months കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് ഡേറ്റഡ് ഈ പറഞ്ഞ പോലെ പ്രസൻറ്റ് ചെയ്യുന്നത് 8-ന് പ്രസൻറ്റ് ചെയ്തു, പക്ഷേ അതിലത്തെ ഡേറ്റ് കൊടുക്കുന്നത് 24 അപ്പോൾ ബാങ്ക് വെയിറ്റ് ചെയ്യും അതുവരെ കേട്ടോ. ഓക്കെ, മ്യൂട്ടിലേറ്റഡ് ചെക്ക്, ട്രങ്കേറ്റഡ് ചെക്ക് നമ്മൾ പറഞ്ഞു. ബാങ്കേഴ്സ് ചെക്ക് വിത്തിൻ ദ സിറ്റി ആയിരിക്കണം. ടു പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണിയാണ്. ഓൾസോ ടു എ സർട്ടൻ സ്പെസിഫൈഡ് പേഴ്സൺ. അതുതന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഓഫ് ഡിസോണർ ഈസ് നോട്ട് പോസിബിൾ. ആ ഒരു പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കാം. പിന്നെ ട്രാവലേഴ്സ് ചെക്ക് ഇപ്പോൾ പ്രചാരത്തിലില്ല. പക്ഷേ ട്രാവലേഴ്സ് ചെക്കിന് എന്താണ് ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ് ആൻഡ് എക്സ്പയറേഷൻ ഇല്ല എന്ന് ഓർത്തിരിക്കുക. എക്സ്പയറി ഡേറ്റ് ഇല്ല. ഇനി അടുത്ത പോയിന്റ് നോക്കാൻ പോകുന്നത് ഹൂമേ ക്രോസ്. ആർക്കാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാൻ പറ്റുക? ഒരു ബാങ്കർക്ക് ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൺലി അൺക്രോസ്ഡ് ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ്. ബാങ്കിന് അൺക്രോസ് ചെയ്തിട്ടുള്ള ഒരു ചെക്കാണെങ്കിൽ അത് ബാങ്കിന് ക്രോസ് ചെയ്യാം. ജനറൽ ക്രോസ്ഡ് ചെക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ടു സ്പെഷ്യൽ ക്രോസിങ് ആക്കാനും പറ്റും. ജനറൽ ക്രോസ്ഡ് ചെക്കുകളെ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം സ്പെഷ്യൽ ക്രോസിങ്ങിലേക്ക്. ഫോർ കളക്ഷൻ ടു ഡയറക്റ്റ് അനദർ ബാങ്കറിനെ ഡയറക്റ്റ് ചെയ്യാനാണല്ലോ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ ബാങ്കിൻ്റെ പേരുണ്ടായിരിക്കും, സ്പെസിഫൈഡ് ബാങ്കിൻ്റെ പേര് വേണമെങ്കിൽ എഴുതി ചേർത്ത് അതിനെ എന്താക്കാം, സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം ബാങ്കർക്ക് വേണമെങ്കിൽ. അതുപോലെ ഡ്രോയർക്കും പറ്റും. ദ ഡ്രോയർ ക്യാൻ ക്രോസ് ദ ചെക്ക് ബൈ ഐദർ ജനറൽ ക്രോസിംഗ് നടത്താം അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗ് നടത്താം. ജനറൽ ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ബാങ്കറുടെ പേര് അവിടെ മസ്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഹോൾഡർ, അതുപോലെ ഹോൾഡർക്ക് ചെയ്യാൻ പറ്റും. എനി ഹോൾഡർ ക്യാൻ ക്രോസ് ദ ചെക്ക് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ. ഹി ക്യാൻ ആഡ് ദ വേർഡ് ഒന്നെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. അതുപോലെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഉത്തമ വിശ്വാസത്തിൽ ഇത് കൈവശം വെച്ചിട്ടുള്ള അയാൾക്ക് അതെന്താണ്, ആൾ ലീഗലി അല്ലെങ്കിൽ ആൾക്കത് കിട്ടാൻ അർഹതയുള്ള ആളായിരിക്കണം. അങ്ങനെ ഈ കയ്യിൽ ഉത്തമ വിശ്വാസത്തിൽ അർഹതയുള്ള ആൾക്കാർക്കാണെങ്കിൽ ക്രോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. വെൻ എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് റിസീവ്സ് ആൻ ഓപ്പൺ ചെക്ക് ഹി ക്യാൻ ക്രോസ് ദ ചെക്ക് ജനറലി ഓർ വെൻ ദ ചെക്ക് ഈസ് ഓൾറെഡി ക്രോസ്ഡ് ജനറലി ആണെങ്കിൽ ഇനി വേണമെങ്കിൽ സ്പെഷ്യലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെഷ്യലിൽ നിന്ന് ജനറലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. തിരിച്ചാണെങ്കിൽ ജനറലിൽ നിന്ന് സ്പെഷ്യലിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ബാങ്കർക്ക് പറ്റും, ഡ്രോയർക്ക് പറ്റും, ഹോൾഡർക്ക് പറ്റും, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനും പറ്റും. ഓക്കെ,
അടുത്തത് എത്ര പാർട്ടികളാണ് ചെക്കിൽ ഉണ്ടായിരിക്കുക എന്നാണ് നോക്കുന്നത് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതെന്നുള്ള ചോദ്യം നമുക്ക് ഒരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മളൊന്ന് ഓർത്ത് പോകണമെന്ന് ആലോചിച്ചാൽ മതി. എത്ര പാർട്ടികളാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയർ ഉണ്ട്, എഴുതുന്ന ആളുണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്, സ്പെസിഫൈ ചെയ്ത ആളുണ്ട്, പണം കൈപ്പറ്റുന്ന ആളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഡ്രോയി എപ്പോഴും ആരായിരിക്കും? ഡ്രോയി ബാങ്ക് ആയിരിക്കും അല്ലേ. ഡ്രോയർ the person who makes and sign the check and promises to pay the debtor for a specified amount, that is drawer. Drawing in case of ആരായിരിക്കും? ഓൾവേസ് ദ ബാങ്ക് ആയിരിക്കും. ഓൺ ഹൂം, ആരുടെ ചെക്കാണോ ഡ്രോയിൻ ചെയ്യുന്നത്, ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡ്രോയി ടു മേക്ക് ദ പേയ്മെൻറ്റ് നടത്താനുള്ള ഉത്തരവാദിത്തം ഡ്രോയിക്കാണല്ലോ. ആൻഡ് ദ പേ ഈസ് ദ പേഴ്സൺ ഹൂസ് ഫേവർ ദ ചെക്ക് ഈസ് ഡ്രോൺ. ആർക്ക് വേണ്ടിയാണോ ഈ ഒരു ചെക്ക് ഡ്രോൺ ചെയ്തത്, ഹിസ് നെയിം ഈസ് റിട്ടൺ ഓൺ ദ ചെക്ക്, ഹീസ് ദ പേഴ്സൺ ഇൻ ഹൂസ് നെയിം ചെക്ക് ഈസ് എൻഡോസ് ചെയ്യുന്ന ആ ഒരു പേരിലുള്ള ആളാണ് പേയി എന്ന് പറഞ്ഞാൽ ആളായിരിക്കണം എന്ത് എമൗണ്ട് കൈപ്പറ്റേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് പേയി. അപ്പോൾ അങ്ങനെ 3 പാർട്ടികളാണ് ഉണ്ടാവുക. ക്രോസിങ് നമ്മൾ പറഞ്ഞാണ് അല്ലേ, ക്രോസിങ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ക്രോസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? 2 ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു, 2 പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻസ് വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ്, ഒന്നുകിൽ നോട്ട് നെഗോഷ്യബിൾ എന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്നോ എഴുതിയിട്ട് വരയ്ക്കാം, അല്ല വിത്തൗട്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ടൈപ്പ്, 2 അല്ല, ക്രോസിങ് ടൈപ്സ് ഓഫ് ക്രോസിങ് ചെക്ക് നമുക്ക് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് നോക്കാം കേട്ടോ. ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. ജനറൽ ക്രോസിംഗ് ഉണ്ട്, ഇപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്തു പോവാം. അപ്പോൾ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 123 NI ആക്ടിലെ 123 എന്ത് പറയുന്നത്? ഈ ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 123 കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സെക്ഷൻ 123 ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. 2 ട്രാൻസ്ഫേഴ്സ് ലൈൻസ് ഉണ്ടായിരിക്കും. എന്താണ് അവിടെ ജനറൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതണോ? വേണ്ട, പ്രത്യേകിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല. അതാണ് ജനറൽ ക്ലോസിങ്ങിൻ്റെ പ്രത്യേകത തന്നെ അല്ലേ. അതിൻ്റെ ഫേസിൽ അക്രോസ് ഇറ്റ്സ് ഫേസ് 2 പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻസ് വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ്സ്, ഒന്നെങ്കിൽ എന്തെങ്കിലും ആൻഡ് കമ്പനിന്നോ എന്തെങ്കിലും അബ്രീവിയേഷൻസ് ഉണ്ടാവാം. ദർ ഓഫ് അവർ അക്കൗണ്ട് പേ ഓർ നോട്ട് നെഗോഷ്യബിൾ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ ഈ ജനറൽ ക്ലോസിംഗ് 2 പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻസ് അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക് ഈസ് എസെൻഷ്യൽ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് കേട്ടോ. ജനറൽ ക്ലോസിങ്ങിൽ ആ ഒരു വര നിർബന്ധമാണ്, അതായത് വരച്ചാലല്ലേ ക്രോസിങ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വര കമ്പൽസറി ആണെന്നാണ് പറഞ്ഞത്. 2 വര കേട്ടോ, കമ്പൽസറിയാണ് ജനറൽ ക്ലോസിങ്ങിൽ. ഓക്കെ, പിന്നെ സ്പെഷ്യൽ ക്രോസിംഗ് എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ സെക്ഷൻ നോക്കി വെച്ചോളൂ. 124 സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 124 കേട്ടോ. 124 NI ആക്ടിൽ പറയുന്നത് സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡ്രോയിങ് ഓഫ് 2 പാരലൽ ലൈൻസ് നോട്ട് നെസസറി എന്നാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ച് എന്താണ്? ഡ്രോയിങ് ഓഫ് 2 പാരലൽ ലൈൻസ് ഈസ് നോട്ട് നെസസറി ഇൻ കേസ് ഓഫ് എ സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കിൻ്റെ കേസിൽ പാരലൽ ലൈൻ അത്ര കമ്പൽസറി അല്ല. പക്ഷേ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് എസെൻഷ്യൽ. അവിടെ ബാങ്കിൻ്റെ പേര് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദ ഒബ്ജക്റ്റ് ഓഫ് സ്പെഷ്യൽ ക്രോസിംഗ് ഈസ് ടു ഡയറക്റ്റ് ദ ഡ്രോയി ബാങ്കർ ടു പേ ദ ചെക്ക് ഓൺലി ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ത്രൂ ദ പർട്ടിക്കുലർ ബാങ്ക് മെൻഷൻഡ് ദെയറിൻ. പർട്ടിക്കുലർ ബാങ്കിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ മാത്രമേ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് ദിസ് മേക്ക് ചെക്ക് മോർ സേഫർ. കൂടുതൽ ചെക്കുകളെ എന്താണ് സേഫ്റ്റി മെഷേഴ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സ്പെസിഫൈഡ് ബാങ്കറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സ്പെസിഫൈഡ് ബാങ്കറുടെ പേര് പറഞ്ഞിട്ടുള്ളതാണ് സ്പെഷ്യൽ ക്രോസിംഗ്. അവിടെ 2 പാരലൽ ലൈൻസ് നെസസറി അല്ല, പക്ഷേ ബാങ്കിൻ്റെ പേര് നെയിം ഓഫ് എ ബാങ്ക് ഈസ് എസെൻഷ്യൽ ആണ്. ഓക്കെ, പിന്നെ ക്രോസിംഗ് ഇതിൻ്റെ എഫക്ട്സിനെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 14 കേട്ടോ. NI ആക്ടിൻ്റെ ചാപ്റ്റർ 14 ഈ ക്രോസിങ്ങും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും എല്ലാം പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ് അടുത്തത്. അക്കൗണ്ട് പേയി എന്ന് എഴുതുക അല്ലേ. ഈ വരച്ചിട്ടുള്ള വരയുടെ ഉള്ളിൽ റിട്ടേൺ ബിറ്റ്വീൻ ദ ക്രോസ് ലൈൻസ് ആൻഡ് അക്കൗണ്ട് പേയി ഈസ് ആഡഡ് ചെയ്യും. അതാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടൈപ്പ് ഓഫ് ക്രോസിംഗ് ഗീവ്സ് ഫർദർ പ്രൊട്ടക്ഷൻ. ചെക്കിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ അക്കൗണ്ട് പേ ക്രോസിംഗ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റിംഗ് ബാങ്ക് ഷുഡ് കളക്ട് ദ എമൗണ്ട്. ഈ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് ദ സെയിം ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ പേയി നെയിംഡ് ഇൻ ദ ചെക്ക്. ഈ പറഞ്ഞിട്ടുള്ള പേയിയുടെ പേരിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അക്കൗണ്ട് പേയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അക്കൗണ്ട് പേയിൽ ക്രെഡിറ്റ് ചെയ്യുക.
അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അക്കൗണ്ട് പേ ക്ലോസിംഗ് ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്? കളക്റ്റിംഗ് ബാങ്ക് ഷുഡ് കളക്ട് എമൗണ്ട് ഓഫ് ദ ചെക്ക് ആൻഡ് ഓൾസോ ക്രെഡിറ്റ് ദ സെയിം ഇൻ ദ അക്കൗണ്ടിൽ, ഈ അക്കൗണ്ട് പേയുടെ പേരുള്ള അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് പേ ക്ലോസിംഗ് ഒരു കോഷനാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനാണ്. ആരാണോ ക്രെഡിറ്റ് ചെയ്യുന്നത്? കളക്റ്റിംഗ് ബാങ്ക് അല്ലേ. സോ ഇത് അക്കൗണ്ട് പേ ക്ലോസിംഗ് ഈസ് എ കോഷൻ ഓർ ഇൻസ്ട്രക്ഷൻ ടു ദ കളക്റ്റിംഗ് ബാങ്ക്. അപ്പോൾ ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അക്കൗണ്ട് പേ ക്ലോസിംഗ് ആർക്കുള്ള ഇൻസ്ട്രക്ഷനാണ്? കളക്റ്റിംഗ് ബാങ്കർക്കുള്ള ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, അക്കൗണ്ട് പേ ക്ലോസിംഗ് ആർക്കുള്ള ഇൻസ്ട്രക്ഷനാണ്? കളക്റ്റിംഗ് ബാങ്കർക്കുള്ള ഇൻസ്ട്രക്ഷനാണെന്ന് ഓർത്ത് വയ്ക്കുക. അക്കൗണ്ട് പേ ക്ലോസിംഗ് ഈസ് എ കോഷൻ ഓർ ഇൻസ്ട്രക്ഷൻ ടു ദ കളക്റ്റിംഗ് ബാങ്കർ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്, നോട്ട് നെഗോഷ്യബിൾ എന്ന വാക്കുണ്ടാവും അവിടെ, അതാണ് ക്രോസിംഗ് ലൈൻസിൽ നോൺ നെഗോഷ്യബിൾ എന്നുള്ള വാക്ക് സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഡസ് നോട്ട് എഫക്ട് ദ ട്രാൻസ്ഫറബിലിറ്റി, പക്ഷേ അത് ഇതിൻ്റെ നെഗോഷ്യബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് ട്രാൻസ്ഫറബിലിറ്റീനെ ബാധിക്കുന്നില്ല, പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നോട്ട് നെഗോഷ്യബിൾ എന്നല്ലേ എഴുതിയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു വരി ശ്രദ്ധിക്കുക. നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഡസ് നോട്ട് അഫക്ട് ദ ട്രാൻസ്ഫറബിലിറ്റി ബട്ട് ഇറ്റ് അഫക്ട്സ് എന്ത്? നെഗോഷ്യബിലിറ്റി കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ഒരു ഭാഗത്തുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ, അതായത് ആ ഒരു ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു വെച്ചു. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അറിയാത്ത പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം 735ാമത്തെ ചോദ്യം. ഈ പേയ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ അത് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പ് ബാങ്കർക്ക് വേണം. അത് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ്, അത് അറിയേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും. അപ്പോൾ പേയ്മെൻറ്റ് ടു ദ പേഴ്സൺ ഇൻ പൊസഷൻ, ആരാണോ കൈവശം വെച്ചിട്ടുള്ളത് അയാൾ അല്ലേ. പേയ്മെൻറ്റ് ആസ് പെർ പാരൻ്റ്, ആ പറഞ്ഞിട്ടുള്ള കാലാവധിക്കുള്ളിൽ ഉള്ളതായിരിക്കണം. പേയ്മെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഒരു നെഗ്ലിജൻസ് ഒന്നും കൂടാതെ ഉത്തമ വിശ്വാസത്തിലുള്ള പേയ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ ഒരു പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിന് വേണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് 1, 2, 3 ഓർ കറക്റ്റ് എന്നാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. 3 വേണം. അപ്പോൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ്. ലോ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ്. റിഫറിങ് ടു എ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് അണ്ടർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഡിസ്ചാർജ് ദ പെയർ ഫ്രം ഫർദർ ലയബിലിറ്റി എന്നും ഈ പെയറിനെ ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡിസ്ചാർജ് ദ പെയർ ഫ്രം ഫർദർ ലയബിലിറ്റി എന്നും അയാളെന്നെ വിലക്കുകയാണ് അല്ലേ. പിന്നെ ആൾക്ക് പ്രശ്നമില്ല. ഇതൊന്ന് എൻഷുർ ചെയ്താൽ മതി. കറക്റ്റായിട്ടുള്ള ആൾക്കാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്ന് ബാങ്കർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബാങ്കർക്ക് ലയബിലിറ്റി ഉണ്ട്. ആരെങ്കിലും വന്നു തന്നു കൊടുത്തു ഞങ്ങൾക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല. സോ അവരതിനെ എൻഷുർ ചെയ്തിരിക്കണം ദ കറക്റ്റ് പേഴ്സൺ ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ആക്സെപ്റ്റർ ഈസ് ദ കറക്റ്റ് പേഴ്സൺ ആണ് എന്ന് കറക്റ്റായിട്ടുള്ള ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവർക്കുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 10 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ എന്തിനെക്കുറിച്ച് പറയുന്നത്? വിച്ച് ഡിവൈൻസ് ആൻഡ് റെഗുലേറ്റ്സ്, ഈ കണ്ടീഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 10 പറയണത്. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആരാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ്. അപ്പാരൻ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം, ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം, വിത്തൗട്ട് നെഗ്ലിജൻസ് ആയിരിക്കണം. പിന്നെ അത് പൊസഷൻ, അത് കൊണ്ടുവന്ന ആൾ അല്ലെ കൈവശം വയ്ക്കുന്ന ആൾ പേഴ്സൺ ഇൻ പൊസഷൻ ആയിരിക്കണം. ആ സർക്കംസ്റ്റാൻസസിൽ അഫോർഡബിൾ ഗ്രൗണ്ടിൽ ബിലീവ് ചെയ്തിട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അതാണ് പറയുന്നത് സെക്ഷൻ 10 പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ആസ് പെർ ദ ടേംസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റിലെ ടേംസിൽ പറഞ്ഞിട്ടുള്ള കാലാവധിക്കുള്ളിലായിരിക്കണം, റൈറ്റ് പേഴ്സൺ ആയിരിക്കണം, ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം, നെഗ്ലിജൻസ് ഉണ്ടാവാൻ പാടില്ല, സസ്പീഷ്യസ് ആയിട്ടുള്ള ടൈറ്റിൽസ് ഒന്നും ഫൗണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയാൽ ഇവർ ഡിസ്ചാർജ്ഡ് ഫ്രം ദെയർ ലയബിലിറ്റി എന്നാണ് പറയുന്നത്.
പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിന് വേണ്ട എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ. പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു അപ്പാരൻറ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് അല്ലേ, കാലാവധിയുള്ള കറക്റ്റായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളായിരിക്കണം. പിന്നെ പേയ്മെൻറ്റ് മസ്റ്റ് കൺഫേം, ആ ടൈറ്റിൽ പറഞ്ഞുള്ള എമൗണ്ട്, ഡേറ്റ്, കണ്ടീഷൻസ് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. മെച്യൂരിറ്റിക്ക് മുമ്പേ തന്നിരിക്കണം. അതായത് കാലാവധി കഴിഞ്ഞിട്ട് ചെക്കും കൊണ്ടുവന്ന ആളാവാൻ പാടില്ല. പാർഷ്യൽ ഓർ കണ്ടീഷൻ പേയ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. അതൊക്കെ ഡ്യൂ കെയർ നോക്കിയിട്ട് വേണം അവർ കൊടുക്കാൻ. ലയബിലിറ്റി അവർക്ക് അതിനുണ്ടല്ലോ, അത് കൊടുക്കാൻ. നന്നായി ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അത് അടുത്തത് പറഞ്ഞിട്ടുള്ളത് ലീൻ ഈസ് എക്സസബിൾ ഇൻ വിച്ച് ഓഫ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഒരുപാട് എന്തായാലും ഒരെണ്ണം ചോദിക്കും. അപ്പോൾ എല്ലാ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കി വെക്കണം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പോൾ ലീൻ എക്സസൈസ് ചെയ്യുന്നത് ഏത് റിലേഷൻഷിപ്പിലാണെന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലീൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ അവകാശമാണ് അല്ലേ, നമുക്കത് പിടിച്ചു വെക്കാനുള്ള ഒരു അവകാശത്തിനെയാണ് ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരാളെ ഒരു സാധനം നോക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ ബാങ്കിനെ നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് അതെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ലീൻ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ചും സേഫ്റ്റിക്ക് കൊടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലീൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിലൊന്നും ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആയിരിക്കുമ്പോൾ മാത്രമാണ്, ആ റിലേഷൻഷിപ്പിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിന് ലീൻ ഉപയോഗിച്ച് നമ്മുടെ ഡെപ്പോസിറ്റുകളിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നുള്ള പൈസയൊക്കെ എടുക്കാൻ പറ്റുക. അല്ലാതെ നമ്മൾ സേഫ്റ്റി ഡെപ്പോസിറ്റായിട്ട് കൊടുത്ത, അല്ലെങ്കിൽ സേഫ്റ്റി എന്തെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ സേഫ്റ്റി ആയിട്ട് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ലീൻ അവകാശം ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ലീൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസ് എപ്പം മാത്രമാണ്, ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആയിരിക്കുമ്പോൾ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആ ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവിടെ എന്തുണ്ടോ അത് അവർക്ക് എടുക്കാം, ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഡാഷ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് റിലാക്സ്ഡ് KYC റിക്വയർമെൻറ്റ്. റിലാക്സ്ഡ് KYC ഒന്ന് മിനിമൈസ് ചെയ്ത KYC അല്ലേ. കറണ്ട് അക്കൗണ്ട് ആണോ, FD അക്കൗണ്ട് ആണോ, റിക്കറിങ് ആണോ, സ്മോൾ അക്കൗണ്ട് ആണോ, നമുക്കറിയാം. സ്മോൾ അക്കൗണ്ട് ആണ് എന്ത്, റിലാക്സ്ഡ് KYC എന്നറിയപ്പെടുന്നത്. സ്മോൾ അക്കൗണ്ടുകളാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പം BSBDA തന്നെയാണ് ഈ സ്മോൾ അക്കൗണ്ട് എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. BSBDA തന്നെയാണ് എന്ത്, BSBDA ബേസിക് സേവിങ്സ് ബാങ്കിൻ്റെ വേറൊരു സംഭവമാണ്. അതായത് റിലാക്സ്ഡ് KYC നോംസ്, അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഈ BSBDA തന്നെയാണ് എന്ത്, സ്മോൾ അക്കൗണ്ട് എന്ന കാറ്റഗറിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ BSBDയുടെ 2012 ആണ് കേട്ടോ വർഷം പറയുന്നത്. അതായത് ആദ്യം നോ ഫ്രിൽസ് അക്കൗണ്ട്സ് ആണ് പഠിക്കേണ്ടത്. നോ ഫ്രിൽസ് അക്കൗണ്ടാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ബേസിക് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അല്ലേ, പുവർ സെക്ഷൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തുടങ്ങിയത് നോ ഫ്രിൽസ് അക്കൗണ്ടാണ്. 2005 നോ ഫ്രിൽസ് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. 2005 നോ ഫ്രിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം ഈ നോ ഫ്രിൽസിനെയാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്തിട്ട് BSBD ആക്കുന്നത് 2012 ആകുമ്പോഴേക്കും. ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ജൻധൻ യോജനയില്ലേ, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ജൻധൻ യോജന തുടങ്ങിയത്. അപ്പോൾ ആ ജൻധൻ യോജനയുടെ വർഷം അതുപോലെ പഠിക്കണം. 2014 കേട്ടോ. 28 ഓഗസ്റ്റ് 2014 പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പ്രധാനമന്ത്രി ജൻധൻ യോജന ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് 28 ഓഗസ്റ്റ് 2014. ആദ്യം തുടങ്ങിയത് നോ ഫ്രിൽസ് ആയിരുന്നു. നോ ഫ്രിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2005 പിന്നെ അത് കൺവേർട്ടഡ് ടു BSBDA അല്ലേ 2012 കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട് എന്ത്, നമ്മുടെ ഈ സ്മോൾ അക്കൗണ്ടിന് കണ്ടീഷൻസ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ 2010 സബ്ജക്റ്റ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ക്രെഡിറ്റ് 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ടോട്ടൽ ക്രെഡിറ്റ് ഇൻ സച്ച് അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 1 ലാഖിന് മേലെ പോകാൻ പാടില്ല. മാക്സിമം ബാലൻസ് എന്താണ്, 50,000 അറ്റ് എനി ടൈം, ഏത് ടൈമിലും 50,000 മുകളിൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ പാടില്ല. ടോട്ടൽ ഡെബിറ്റ്സ്, ക്യാഷ് വിഡ്രോവൽസ് ആയിട്ടുള്ള ടോട്ടൽ ഡെബിറ്റ്സും ട്രാൻസ്ഫേഴ്സും വിൽ നോട്ട് എക്സീഡ് 10,000.
ഒരു മാസത്തിൽ 10,000 കൂടാൻ പാടില്ല. പിന്നെ റെമിറ്റൻസ് എബ്രോഡൊക്കെ നടത്താൻ പറ്റും, സ്മോൾ അക്കൗണ്ടിൽ നടത്താം. പക്ഷേ അത് നോർമൽ KYC ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റെമിറ്റൻസ് ഫ്രം എബ്രോഡ് പറ്റുള്ളൂ. ഇപ്പോൾ നല്ലൊരു പോയിൻ്റാണത്. റെമിറ്റൻസ് ഫ്രം എബ്രോഡ് ഇവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. റെമിറ്റൻസ് ഫ്രം എബ്രോഡ് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണം. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെമിറ്റൻസ് ഫ്രം എബ്രോഡൊക്കെ നടത്താൻ പറ്റും. പിന്നെ ഗവൺമെൻറ് രീതിയിലുള്ള എല്ലാ റെമിറ്റൻസും ഒക്കെ ഈ അക്കൗണ്ടിൽ അലൗബിൾ ആണ് കേട്ടോ. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഗ്രാൻഡായിട്ടും സബ്സിഡി ആയിട്ടൊക്കെ കിട്ടുന്ന പൈസകൾ അതൊക്കെ ഇതിൽ അഫോർഡബിൾ ആണ് കേട്ടോ, ഒക്കെ ഇടാൻ പറ്റും. അപ്പോൾ അത് മേജർ കണ്ടീഷൻസ് ആണ്, അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. BSBDS സ്മോൾ അക്കൗണ്ടിൽ പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ്സ് ഷുഡ് നോട്ട് എക്സീഡ് 1 lakh rupees. അത് ഇയറിലാണ്. മാക്സിമം ബാലൻസ് എന്താണ്, ഷുഡ് നോട്ട് എക്സീഡ് 50,000 rupees അറ്റ് എനി ടൈം. ടോട്ടൽ ഡെബിറ്റ്സ് എത്രയാകാൻ പാടില്ല, ക്യാഷ് വിഡ്രോവൽസ് എത്രയാകാൻ പാടില്ല, വിൽ നോട്ട് എക്സീഡ് 10,000 ഇൻ എ മന്താണ്. റെമിറ്റൻസ് അലൗവബിൾ ആണ്, ഫ്രം എബ്രോഡ് അലൗവബിൾ ആണ്. പക്ഷേ അലൗവബിൾ ആവണമെങ്കിൽ നോർമൽ KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ സ്മോൾ അക്കൗണ്ട് 12 monthsനാണ് പൊതുവേ കൊടുക്കുക, 12 മാസം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പിന്നെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റ് ആക്കണം. ഓക്കെ. ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ്സിന് അപ്ലൈ ചെയ്യണം. 12 മാസമാണ് പറയുന്നത്. ഇനി അതൊരു അനദർ 12 മാസം കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതെ, സ്മോൾ അക്കൗണ്ടിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എ പീരിയഡ് ഓഫ് 12 months. പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് അനദർ 12 months ആണ്. വേറൊരു 12 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫോർ എ ഹിന്ദു മൈനർ നാച്ചുറൽ ഗാർഡിയൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിന്ദു ഏത് ആക്ട് പ്രകാരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 ആക്ട് പ്രകാരമാണ് എന്ത്, ഹിന്ദു മൈനറിൻ്റെ നാച്ചുറൽ ഗാർഡിയനെ പറയുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 2 ക്വസ്റ്റ്യനും ഒരേ ടോപ്പിക് എന്നാണ് അല്ലെ, അടുത്തടുത്ത്. ഇൻ കേസ് ഓഫ് RRB ടാർജറ്റ്സ് ഫോർ ടോട്ടൽ ഫിനാൻസ് അണ്ടർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ മിനിമം എത്രയാണ് കൊടുക്കുന്നത്, RRB എത്ര വെക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രയോറിറ്റി സെക്ടറിൽ നിന്ന് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട് കേട്ടോ. അതിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ RRBക്ക് പറഞ്ഞിട്ടുള്ള ടാർജറ്റ് 75 ആണ്. നമുക്ക് മൊത്തം ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്ക് അറിയില്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മൊത്തം കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും, പോയി കാണാം. ബാങ്കിങ് എന്ന് പറഞ്ഞ ഫോൾഡറിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ RRBയുടെ ടോട്ടൽ ഫിനാൻസ് പറയുന്ന പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ 75% ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഈ പ്രയോറിറ്റി സെക്ടർ ടാർജറ്റിൽ ടോട്ടൽ അഗ്രികൾച്ചറൽ അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് ഷുഡ് ബി മിനിമം എത്ര % വെക്കണം എന്നാണ്. ANBC COBE വിച്ചവർ ഈസ് ഹയറിലാണല്ലോ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ അഗ്രികൾച്ചറൽ അഡ്വാൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ അഗ്രികൾച്ചറൽ അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് 18% ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് മൊത്തം ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ടോട്ടൽ സബ് ടാർജറ്റ്സ് ഒക്കെ ജസ്റ്റ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അതായത് RRBയും SFB എന്ന് വെച്ചാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഒഴികെ ഉള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. പിന്നെ ഫോറിൻ ബാങ്ക് പറയുന്നുണ്ട് അവർക്ക് 20 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനത്തെ ബാങ്കിന് മാത്രമേ 40% പറയുന്നുള്ളൂ. 40% മാറ്റി വെക്കേണ്ടത്. അതിൻ്റെ ബേസാണ് പറയുന്നത് ANBC ഓർ COB വിച്ചർ ഈസ് ഹയർ. അപ്പോൾ ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ 40%. കൊമേഴ്ഷ്യൽ ബാങ്കുകളും 20 ബ്രാഞ്ചസിൽ കൂടുതലുള്ള ഫോറിൻ ബാങ്കുകളും ടോട്ടൽ പ്രയോറിറ്റി സെക്ടറിൽ എത്ര മാറ്റി വെക്കണം, 40% മാറ്റി വെക്കണം. എന്നാൽ 20 ബ്രാഞ്ചിൽ കുറവുള്ളവരും 40% തന്നെയാണ് മാറ്റി വെക്കേണ്ടത്. RRBs 75% മാറ്റി വെക്കണം. സ്മോൾ ഫിനാൻസ് ബാങ്കുകളും 75% മാറ്റി വെക്കണം കേട്ടോ.
അപ്പോൾ അത് ടോട്ടൽ എമൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ. ഈ ടോട്ടലിൽ നിന്ന് ഇനി ഓരോരോ സെക്ടർ വൈസ് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് 18% മാറ്റി വയ്ക്കണം. പക്ഷേ ഫോറിൻ ബാങ്കിനൊന്നും പറയുന്നില്ല. RRBക്കും അതെ 18% മാറ്റി വയ്ക്കണം. സ്മോൾ ഫിനാൻസ് ബാങ്കിന് 18% മാറ്റി വയ്ക്കണം. അത് ഈ മൊത്തം എടുത്തു വെച്ചതിൻ്റെ ഉള്ളിലത്തെ കണക്കാണ് കേട്ടോ, അല്ലാതെ വേറെയല്ല. ഈ ഒരു 40 പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ 18 അഗ്രികൾച്ചറിന് കൊടുക്കണം, മൈക്രോയ്ക്ക് 7.5 കൊടുക്കണം, അഡ്വാൻസസ് ടു വീക്കറിന് 12 കൊടുക്കണം. അപ്പോൾ അതൊക്കെ പഠിക്കണം കേട്ടോ. മൈക്രോ എൻ്റർപ്രൈസസിന് എത്രയാണ്? 7.5 ആണ്. അഗ്രികൾച്ചറിന് 18 ആണ്. അഡ്വാൻസസ് ടു വീക്കർ സെക്ഷന് 12 ആണ്. അത് ആരുടെ കേസാണ്? ഫസ്റ്റ് കോളം പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളും 20 ബ്രാഞ്ചസ് കൂടുതലുള്ള ആര്? ഫോറിൻ ബാങ്കുകളും, അവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അഗ്രികൾച്ചർ 18%, മൈക്രോ എൻ്റർപ്രൈസ് എത്രയാണ്? 7.5%, അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ എത്രയാണ്? 12%. അപ്പോൾ ആ 3 പോയിൻറ്റും കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ 40 കേട്ടോ. ഓക്കെ. പിന്നെ ഫോറിൻ ബാങ്കുകൾ 20-ൽ കുറവുള്ള ആൾക്കാരുടെ കാര്യം പറയണേ, അവർക്ക് അഗ്രികൾച്ചറിൽ പറയുന്നില്ല, അതൊന്നും അപ്ലിക്കബിൾ അല്ല കേട്ടോ. അവർക്ക് ആകെ 40% മാറ്റി വെക്കണമെന്നേ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് റീജിയണൽ റൂറൽ ബാങ്കാണ്. അവർ മൊത്തം 75% മാറ്റി വെക്കണം. അതിൽ അഗ്രികൾച്ചറിന് 18%, ഇവർക്കുള്ളത് തന്നെ 18%, മൈക്രോയ്ക്ക് 7.5%, വീക്കർ സെക്ഷൻസിന് ഇത്തിരി കൂടുതലുണ്ട്, 15% മാറ്റി വയ്ക്കണം കേട്ടോ. RRB അവർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ 15% മാറ്റി വയ്ക്കണം. പിന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് 12 തന്നെ മാറ്റി വെച്ചാൽ മതി. സ്മോൾ ഫിനാൻസ് ബാങ്കിനും കൊമേഴ്ഷ്യൽ ബാങ്കിനും ഒരു വ്യത്യാസവും ഇല്ല. 18, 7.5, 12 അങ്ങനെ തന്നെയാണ് വരുന്നത്. 18, 7.5, 12 തന്നെയാണ് വരുന്നത്. പക്ഷേ കൊമേഴ്ഷ്യൽ ബാങ്കിന് 40 ആണെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കിന് 75 ടോട്ടൽ. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. അത് നമ്മൾ RRBയുടെ അതേ ടോട്ടലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഡിവൈഡൊക്കെ ചെയ്യുന്നത് 18, 7.5, 12. ഇവർക്ക് 18, 7.5, 15 വരിക കേട്ടോ. 15 ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അവരുടെ അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ, RRBയുടെ അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ 15 വരുന്നത്. പിന്നെ സ്പെഷ്യലി എടുത്ത് ചോദിക്കാറുള്ളതാണ് നമ്മുടെ UCBയുടെ ടാർഗറ്റുകൾ. അപ്പോൾ UCBക്ക് ടോട്ടൽ 60% വെക്കണം. മൈക്രോയ്ക്ക് ആണെങ്കിൽ 7.5%, അഡ്വാൻസസ് ടു വീക്കർ ആണെങ്കിൽ 12% പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോളം നന്നായിട്ട് മനസ്സിരുത്തി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ. അടുത്തത് നമ്മുടെ റിവ്യൂ ഓഫ് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി കണ്ടക്ട് ചെയ്യുന്ന RBI കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ഏത് ബേസിസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ബൈ മന്ത്ലി 2 months കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. റിവ്യൂ ഓഫ് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ഈസ് കണ്ടക്റ്റഡ് ബൈ ദ RBI ഓൺ ബൈ മന്ത്ലി ബേസിസ്. 2 months കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മോണിറ്ററി പോളിസി അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോണിറ്ററി പോളിസി എന്താണ്? റിഫേഴ്സ് ടു സെൻട്രൽ ബാങ്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡയറക്റ്റഡ് ടുവാർഡ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് ഇൻ ആൻ എക്കണോമി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിവ്യൂ ചെയ്യുന്നത് മോണിറ്ററി പോളിസീന് വൺസ് ഇൻ എവറി 2 months. അതാണ് ബൈ മന്ത്ലി എന്ന് പറയുന്നത് കേട്ടോ. ഓരോ 2 മാസം കൂടുമ്പോഴും, അങ്ങനെ 6 times in a year സിറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, 6 times in a year എന്നാണ്. ചിലപ്പോൾ 6 എത്ര ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 times in a year. അതും പഠിച്ചു വെക്കണം കേട്ടോ, ബൈ മന്ത്ലി കൂടാതെ. അപ്പോൾ ഈ MPC ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. MPC ആണിത് ചെയ്യുന്നത് കേട്ടോ. മോണിറ്ററി പോളിസി റിവ്യൂ ചെയ്യുന്നത് ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. കമ്മിറ്റീനെ ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഏത് സെക്ഷൻ പ്രകാരം? 45ZB പ്രകാരമാണ് ഈ പോളിസി ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലേഷൻ ടാർഗറ്റിൻ്റെ ഈ പോളിസി ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ആരേനെ? ഈ മോണിറ്ററി പോളിസി കമ്മിറ്റീനെ. അപ്പോൾ 6 times in a year ആണ് അവർ സിറ്റിംഗ് നടത്തുക. ബൈ മന്ത്ലി ആണ് അവർ റിവ്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നത് കേട്ടോ. റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇവരെ അസിസ്റ്റ് ചെയ്യുന്നത്. എന്തിന്? ഈ MPCനെ മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്കിന് ഒരു മോണിറ്ററി പോളിസി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ഓക്കെ. അടുത്തത്, ഈ മോണിറ്ററി പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് RBI ആണ്. കമ്മിറ്റീനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണ്? RBIക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. മോണിറ്ററി പോളിസീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഏത് സെക്ഷൻ പ്രകാരമാണ്? 45ZB പ്രകാരമാണ്
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം RBI ആണ് ഇതിനെ കൊണ്ടു നടക്കുന്നതൊക്കെ കേട്ടോ. 2016 ഇത് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർമലൈസ് ചെയ്തതും സ്ട്രെങ്തൺ ഇന്ത്യാസ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. 6 മെമ്പേഴ്സാണുള്ളത്. എത്ര മെമ്പേഴ്സാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്? 6 മെമ്പേഴ്സാണ്. 3 മെമ്പേഴ്സ് RBIയിൽ നിന്നും 3 മെമ്പേഴ്സിനെ എക്സ്റ്റേണൽ മെമ്പേഴ്സായിട്ട് ഗവൺമെൻറ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് എടുക്കും, ഇന്ത്യ ഗവൺമെൻറ് എടുക്കും. ഈ ഒരു 3 പേര് RBIയിലുള്ളത്, ഒന്ന് ഗവർണറായിരിക്കും, പിന്നെ പറഞ്ഞല്ലോ എക്സ്റ്റേണൽ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ആളായിരിക്കും ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ RBIയുടെ ഗവർണറായിരിക്കും കേട്ടോ. ഓക്കെ, 6 മെമ്പേഴ്സാണുള്ളത്. പിന്നെ ഇവിടെ ഗവർണർ, പിന്നെ വൈസായിട്ടുള്ള ആളുണ്ടായിരിക്കും, പിന്നെ അതുപോലെ 3 എക്സ്റ്റേണൽ മെമ്പേഴ്സ് ഇവിടെ നിന്നുണ്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യും. കമ്മിറ്റി 4 ടൈം മിനിമം മീറ്റ് ചെയ്യണം എന്നാണ് ഉള്ളത്. പക്ഷേ 6 ടൈം മീറ്റ് ചെയ്തിട്ട് ബൈമന്ത്ലിയാണ് നമുക്ക് എന്താ പറയുക ഒക്കെ ചെയ്യുന്നത്. റേറ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് അവർ പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഇവർക്ക് കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. ആർക്കായിരിക്കും? RBI ഗവർണറാണല്ലോ ചെയർമാൻ, ആൾക്കാണ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് കേട്ടോ. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇപ്പോഴത്തെ RBI വെച്ചിട്ടുള്ളത് എന്താണ്? 4% ±2% ആണ് വെച്ചിട്ടുള്ളത്. 2021 തൊട്ട് 2026 വരെയാണ്. അത് 4% കൂടും കുറയാം അല്ലേ, ±2% ആണ് 2021 തൊട്ട് 2026 വരെയുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. MPCനെ കോൺസ്റ്റിറ്റ്യൂട്ട് RBI മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ ഗവർണർ ഉണ്ടായിരിക്കും, ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടായിരിക്കും, പിന്നെ അവർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. പിന്നെ പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റാണ് 3 ആളെ എക്സ്റ്റേണൽ എക്സ്പേർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരുടെ ടേം 4 വർഷമായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അവരുടെ ടേം എത്രയാണ്? 4 വർഷമാണ്. അടുത്തത് ഈ MPC എന്തിനാണ്? പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. എക്കണോമിക് ഗ്രോത്തിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റി കൺസിഡർ ചെയ്തിട്ട് പോളിസിയിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് ഇവർ വിചാരിക്കുന്നത്. ഓക്കെ, എവറി 5 ഇയേഴ്സ് കൂടുമ്പോൾ ഗവൺമെൻറ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ത് ചെയ്യും? റിവ്യൂ ചെയ്ത് മാറ്റിവെക്കും. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റാണ് പറഞ്ഞത് 4% ±2% എന്നത് കേട്ടോ. ഇൻഫ്ലേഷൻ ടാർഗറ്റും ഒക്കെ അഡാപ്റ്റൊക്കെ ചെയ്തു തുടങ്ങിയത് 2016 തൊട്ടാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞത് 4% ±2% ആണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇൻ ഇന്ത്യ. ഏത് വർഷം വരെയാണ്? 21 തൊട്ട് 26 വരെയാണ് കേട്ടോ. അടുത്ത 5 വർഷത്തേക്ക് പിന്നെ അവർ മാറ്റും കേട്ടോ. നെക്സ്റ്റ് 5 ഇയേഴ്സിന് പിന്നെ അവർ മാറ്റം വരുത്താതിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. MPC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് MPC ഡിസൈഡ്സ് ഓൺ ദ റിപ്പോ റേറ്റ് തീരുമാനിക്കുന്നത് അവരാണ്. വിച്ച് ഈസ് റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ മെജോറിറ്റി വോട്ട് നോക്കിയിട്ടാണ് കേട്ടോ. RBI ഗവർണർക്ക് മാത്രമാണ് അവിടെ കാസ്റ്റിംഗ് വോട്ട് ടൈ വന്നു കഴിഞ്ഞുള്ളൂ. MPC എൻഷുവേഴ്സ് ചെയ്യുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. മോണിറ്ററി പോളിസിനെ സെറ്റപ്പ് ചെയ്യുന്നതിലുള്ള ട്രാൻസ്പെറൻറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തുന്നു. RBIയുടെ എബിലിറ്റി കൂട്ടുന്നു. ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൻ്റെ ഗോളൊക്കെ ഫിക്സ് ചെയ്യുന്നു. മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞ പദം ഈ ഒരു MPCയുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഇത് വൈഡ്ലി അഡോപ്റ്റ് ചെയ്ത് ഫസ്റ്റൊക്കെ ന്യൂസിലൻഡിലാണ് 1990. നമ്മുടെ ഇവിടെ എത്തിയപ്പോഴേക്ക് 2016 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒക്കെ വരുത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ പ്രൊവിഷൻസൊക്കെ RBIയിൽ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളിവിടെ അത് തുടങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യാണ്. അപ്പോൾ MPC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MPCയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി MPC എന്ത് ചെയ്യുക, നല്ല പോയിൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അറിയാത്ത പോയിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് എഴുതി വയ്ക്കുക. അടുത്തത് നമ്മൾ നോക്കുന്നത് എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻഡോഴ്സ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ: മിസ്റ്റർ അരവിന്ദ് ഹാസ് എൻഡോഴ്സ്ഡ് എ ചെക്ക് യൂസിങ് ദ വേർഡ് പേ ടു മിസ്റ്റർ ഗോപാൽ വിത്തൗട്ട് മൈ ലൈബിലിറ്റി എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വിത്തൗട്ട് മൈ ലൈബിലിറ്റി അല്ലേ, അയാൾക്ക് ലൈബിലിറ്റി ഇല്ല എന്നുള്ള മട്ടിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം അല്ലേ. അത് ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസ് റീകോസ് ആണ് അല്ലേ. വിത്തൗട്ട് റീകോസ് ടു മീ എന്നാണ് പറയണത്. എന്നെ വിത്തൗട്ട് റീകോസ് ടു മീ എന്നാണ് ഈ ഒരു സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ അർത്ഥം തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റിൽ നിന്ന് എപ്പോഴും വരാറുണ്ട്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് മാത്രം ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ പദം എവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്? എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഇൻഡോസം, ഓൺ ദ ബാക്ക് എന്നാണ് കേട്ടോ. ബാക്കിൽ
ലാറ്റിൻ വേർഡ് ഇൻഡോസം എന്ന പദം കൊണ്ടാണ് എൻഡോഴ്സ്മെൻറ്റ്. സെക്ഷൻ 15 ആണ് കേട്ടോ. എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ചിട്ട് ഓർത്ത് വെക്കേണ്ടത് നെഗോഷ്യബിൾ ആക്റ്റിൽ ഏത് സെക്ഷനാണ്? സെക്ഷൻ. അപ്പോൾ എന്താണ് ഈ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രോസസ് ഓഫ് പുട്ടിങ് സിഗ്നേച്ചർ ബൈ ദ ഹോൾഡർ. ഹോൾഡർ എന്താണ്? ബാക്ക് സൈഡിൽ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒപ്പിട്ടിട്ട് കൊടുക്കുക അല്ലേ. ഓൺ ദ ഫേസ്, ചിലപ്പോൾ ഫേസിലാവാം, അല്ലെങ്കിൽ ഓൺ ദ ബാക്ക്, അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഓഫ് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അറ്റാച്ച് ചെയ്ത പേപ്പറിൻ്റെ പേരെന്തായിരുന്നു? അലോഞ്ച് എന്നായിരുന്നു അല്ലേ. അങ്ങനെ ആരാണോ ഈ പേഴ്സൺ ഹു എൻഡോസസ് ദി ഇൻസ്ട്രുമെൻറ്റ്, അതാണ് എൻഡോസർ എന്ന് പറഞ്ഞാൽ. ആർക്കാണോ ഇൻസ്ട്രുമെൻ്റ് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് അത് എൻഡോസി. അങ്ങനെ ബാക്കിൽ ജസ്റ്റ് ഒപ്പിട്ട് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഈ എൻഡോസ്മെൻറ്റ് എന്നിട്ട്. അപ്പോൾ ഇനി എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ പുട്ടിങ് സിഗ്നേച്ചർ ബൈ ദ ഹോൾഡർ ഐദർ ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഓൺ ദ ഫേസ്, അല്ലെങ്കിൽ ഓൺ ദ ബാക്ക്, അല്ലെങ്കിൽ ഓൺ എ സ്ലിപ്പ് ഓർ പേപ്പർ അറ്റാച്ച്ഡ് ടു ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതാണ് ഈ ഒരു ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ആ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വയ്ക്കേണ്ടത്. അപ്പോൾ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻ്റ് ഉണ്ട്. റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് എന്താണ്? റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു ഫർദർ എൻഡോസ്മെൻറ്റ്. വേൾഡ് നെഗോഷിയേഷൻ ഫർദർ ആയിട്ടുള്ള റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാക്കൾട്ടേറ്റീവും ഇപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഫാക്കൾട്ടേറ്റീവും സാൻസ് റിഗോസും സാൻസ് ഫ്രൈസൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഫാക്കൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ ഈ ഒരു എൻഡോഴ്സ്മെൻറ്റ് വിത്ത് ദ വേർഡ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്കൾട്ടേറ്റീവ് ആണ്. ഇഫ് ദ എൻഡോസർ വേവ് ചെയ്യാണ്, ദ ഡ്യൂട്ടി ഓഫ് എൻഡോസി ടു സെർവ് ദ നോട്ടീസ് ഓഫ് ഡിസോണർ, സെർവ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂട്ടി അയാൾ വേവ് ചെയ്യുന്നു. അത് അങ്ങനത്തരത്തിലുള്ള എൻഡോഴ്സ്മെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഫാക്കൾട്ടേറ്റീവ്. If an endorser waives his right to get notice of dishonor from the endorsee, such endorsement is known as facultative endorsement. Just മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് വേവ് ചെയ്യുന്ന, നോട്ടീസ് ഓഫ് ഡിസോണർ വേവ് ചെയ്യുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോസർ വേവ് ചെയ്യുകയാണ് അവരുടെ ഡ്യൂട്ടി അല്ലേ. എൻഡോസി ടു സെർവ് നോട്ടീസ് ഓഫ് ഡിസോണർ. അടുത്തത് സാൻസ് റീകോസ് ആണ്. അപ്പോൾ സാൻസ് റീകോസ് വിത്തൗട്ട് റീകോസ് ടു മീ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. സെക്ഷൻ 52 പറയുന്നത് സാൻസ് റീകോസ് പറയുന്നത് വിത്തൗട്ട് റീകോസ് ടു മീ എന്നാണ് പറഞ്ഞത്. അതായത് ഇഫ് ദ എൻഡോസർ ഫ്രീ ഹിംസെൽഫ്, സ്വന്തമായിട്ട് ആളാ ലയബിലിറ്റിയിൽ നിന്നും എന്ത് ചെയ്യാണ്? ഡിസോണർ ആയാൽ, ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആയാൽ ഉണ്ടാകുന്ന ലയബിലിറ്റിയിൽ നിന്നും ഫ്രീ ചെയ്യാണ്. ആൾ സ്വയം എന്താ പറയുക, എന്നെ ഇതിൽ പെടുത്തണ്ട എന്ന് പറയാം. ഇഫ് ദ എൻഡോസർ ഫ്രീ ഹിംസെൽഫ് ഫ്രം ദ ലയബിലിറ്റി ഓഫ് ഡിസോണർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, ദ എൻഡോസർ ഈസ് കാൾഡ് സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ്. ദ എൻഡോസ്മെൻറ്റ് ഈസ് മെയ്ഡ് ദ എൻഡോസർ ബൈ എക്സ്ക്ലൂഡിങ് ഹിസ് ലയബിലിറ്റി ഓൺ ഡിസോണർ അല്ലെ. എക്സ്ക്ലൂഡ് ചെയ്യണം ആ ലയബിലിറ്റിയിൽ നിന്നും. അത് തരത്തിലുള്ളതാണ് സാൻസ് റീകോസ് എന്ന് പറയുന്നത്. സാൻസ് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എക്സ്പെൻസ് ആണ്. ഇൻകർ നോ എക്സ്പെൻസസ് എന്നാണ് ഈ സാൻസ് ഫ്രൈസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകർ നോ എക്സ്പെൻസസ്, വിത്തൗട്ട് എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇൻ ദ എൻഡോസ്മെൻറ്റ് ഈ ഒരു എൻഡോസർ മേക്സ് ക്ലിയർ ദാറ്റ് നോ വൺ ഷുഡ് ഇൻകർ എനി എക്സ്പെൻസസ് ഓൺ ഹിസ് അക്കൗണ്ട് അല്ലേ. എൻ്റെ പേരിൽ ആരും കാശൊന്നും ചിലവാക്കണ്ട. ഇറ്റ് ഈസ് കോൾഡ് സാൻസ് ഫ്രൈസ് എൻഡോസ്മെൻറ്റ്. ഓക്കെ, ഹീ ഈസ് ഓൺലി റെസ്പോൺസിബിൾ ഫോർ ദ ബിൽ എമൗണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഹീ ഈസ് ലയബിൾ ഓൺലി ഫോർ ദ എമൗണ്ട് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, നോട്ട് എനി എക്സ്പെൻസസ്. എക്സ്പെൻസസ് ഒന്നും അയാൾ ബെയർ ചെയ്യില്ല. ഓൺലി ഫോർ ദ ബിൽ എമൗണ്ട് മാത്രമേ അയാൾ ബെയർ ചെയ്യുള്ളൂ. പെർപ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റുകളെ ഉപയോഗിച്ച്, എൻഡോസ്മെൻറ്റ് ത്രൂ ഏജൻറ്റ്, അതാണ്. വെൻ എൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോസ്ഡ് ബൈ എൻ ഏജൻറ്റ് ഹു എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഹിസ് പേഴ്സണൽ ലയബിലിറ്റി ബൈ യൂസിങ് പെർപ്രോ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പെർപ്രോ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏജൻറ്റിനെ അവിടെ കണക്ട് ചെയ്ത് വെക്കണം. പാർഷ്യൽ എൻഡോസ്മെൻറ്റും ഉണ്ട്. ഫുൾ എൻഡോസ്മെൻ്റ് അല്ലാത്ത ഇറഗുലർ ആയിട്ടുള്ള എൻഡോസ്മെൻറ്റ്, ഇൻവാലിഡ് എൻഡോസ്മെൻറ്റ്, പാർഷ്യൽ എൻഡോസ്മെൻറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പം അതാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് സാൻസ് റീകോസ് എൻഡോസ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പെയ്ഡ് ടു മിസ്റ്റർ ഗോപാൽ വിത്തൗട്ട് മൈ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് മൈ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീകോസ് ടു മീ എന്ന് പറയുന്നതാണ് എന്ത്? സാൻസ് റീകോസ്. എന്നാൽ ഇൻകർ നോ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതാണ്? സാൻസ് ഫ്രൈസ് ആണ് കേട്ടോ. ഇൻകർ. നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻ്റ് ആണ്. അപ്പോൾ അത്രയാണ് എൻഡോസ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മളെ വീഡിയോ ലെങ്തിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്